ഫോണുകൾ വാങ്ങാൻ വരട്ടെ എന്ന് തന്നെയാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ഇത് ആ ഒരു ശ്രേണിയിൽപ്പെട്ട വീഡിയോ തന്നെയാണ്, അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോ ആണ്. അത് മാത്രവുമല്ല, അടുത്ത മാസം ബിഗ് ബില്ലിൻ്റെ അടക്കമുള്ള ഗംഭീര ഓഫർ ടൈമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോണുകൾ വാങ്ങരുത് ഈ ഒരു ടൈമിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാം ഈ ഒരു ഇയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓഫർ ടൈമാണ് അടുത്ത മാസം. അത് ബിഗ് ബില്ലിൻ്റെ അറിയാമല്ലോ. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ബിഗ് ബില്ലിൻ്റെ വീഡിയോ അല്ല, അടുത്ത മാസം ഇറങ്ങാവുന്ന മറ്റ് ചില ഇൻട്രസ്റ്റിംഗ് ഫോണുകൾ, ഐഫോൺ 17 സീരീസ്, 17 എയർ അടക്കം അടുത്ത മാസമാണ് ലോഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ S25 FE, സാംസങ്ങിൻ്റെ ഫാൻ എഡിഷൻ, ഫാൻസിൻ്റെ ഫേവറേറ്റ് സംഭവമാണ്, അത് അടുത്ത മാസമാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. സോ ഒരു അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോ ആണ്. തിരക്ക് പിടിച്ചൊന്നും ഫോണുകൾ വാങ്ങിക്കില്ലേ, വെയിറ്റ് ചെയ്ത് തന്നെ വാങ്ങിക്കുക. പിന്നെ ചില സുഹൃത്തുക്കളുടെ കമൻറ്റ് കാണാം, ഇയാൾ കഴിഞ്ഞ മാസമൊക്കെ ചേട്ടൻ എയറിലായിരുന്നല്ലോ, എന്താണ് ഇങ്ങനെ ഫോണുകൾ വാങ്ങല്ലേ എന്ന് പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ആൻസറാണ് ഈ പറഞ്ഞത്. നമ്മളത് അങ്ങനെ വെറുതെ ഫോൺ വാങ്ങല്ലേ എന്ന് പറയുന്നതല്ല. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം. അറിയാത്ത പുതിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. അടുത്ത മാസം നല്ല ഐറ്റംസ് വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയാവുന്ന വിവരങ്ങൾ ഷെയർ ചെയ്യാണ്. തിരക്കില്ലാത്ത ആൾക്കാർക്ക്, ഫോൺ വാങ്ങിയിട്ട് തിരക്കില്ലാത്ത ആൾക്കാർക്ക് ഒന്ന് വെയിറ്റ് ചെയ്താൽ കുറച്ചും കൂടി നല്ലത് കിട്ടാനുള്ള സാധ്യതയെന്ന് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോ. നമ്മുടെ ചാനലിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ നല്ല ടെക് ചാനലുകളിലും ഈ വീഡിയോകൾ കാണാം, അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോസ്. സോ അതാണ്, അത് മനസ്സിലാക്കിയിരിക്കുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം പലർക്കും അത് മനസ്സിലായിട്ടില്ലാന്ന് കമൻറ്റ് കണ്ടപ്പോൾ തോന്നി, അതുകൊണ്ടാണ്. സോ ഏതൊക്കെയാണ് അടുത്ത മാസം വരാൻ പോകുന്ന ഫോൺ? ഫസ്റ്റ് തന്നെ ഐഫോൺ 17 സീരീസ് ആണ്. 17 എന്ന ബേസ് മോഡൽ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ 17 എയർ വരും, പ്ലസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പ്രോ ഉണ്ടാവും, പ്രോ മാക്സ് ഉണ്ടാവും, 4 മോഡലുകൾ. പ്രൈസിൽ ഹൈക്ക് ഉണ്ടാവും. ഒരു 4000 രൂപയുടെ വ്യത്യാസം നമ്മുടെ ബേസ് മോഡലുകളിൽ കാണുമെന്ന് ആദ്യം വാർത്ത ഉണ്ടായെങ്കിലും ഇപ്പോൾ പറയുന്നു അങ്ങനെ കൂടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നല്ലത്. പ്രോയിൽ 15000 രൂപയുടെ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നു അത് ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ സന്തോഷം. ഇന്ത്യയിലൊക്കെ പ്രൊഡക്ഷനൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് കുറയാണ് വേണ്ടത്. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും ഒരു 10 ദിവസം കൂടിയുള്ള 9-ാം തീയതിയാണ് ലോഞ്ച് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ വരാൻ പോകുന്ന മാറ്റങ്ങൾ, ക്യാമറ ക്വാളിറ്റിയിൽ ഗംഭീര മാറ്റം, ഡിസൈനിൽ ചെറിയ മാറ്റം, അതേപോലെ തന്നെ ബാറ്ററി ലൈഫ് കൂടുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പ്രോ സീരീസുകളിലുണ്ട്. ബേസ് മോഡലിൽ എല്ലാ മോഡലുകളിലും 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുള്ള കാര്യമുണ്ട്. എയർ ആണെങ്കിൽ വളരെ സ്ലിം ആയിട്ട് വരുന്നു. ഫോണുകളുടെ ഫാസ്റ്റ് ചാർജിങ് കൂടുന്നുണ്ട്, 35 വാട്ടൊക്കെ ആക്കുന്നുണ്ട്. സോ അപ്പോൾ തീവ്രം ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുന്ന ഫോണുകളാണ് കിട്ടാൻ പോകുന്നത്. എല്ലാത്തിനും പുറമെ 8K റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും. അതിൽ VC കൂളിംഗ്, ആ ഒരു സംഭവം ഉണ്ടാവും. ഗെയിം കളിക്കാൻ വേണ്ടി ഐഫോൺ എടുക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഫോൺ ഹീറ്റ് ആകുമ്പോൾ ഡിസ്പ്ലേ ഡിം ആവും. ആ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പരിപാടി ഗെയിം കളിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആണ്. അതിനുവേണ്ടി നമ്മൾ കൂളിംഗ് ഫാനും മറ്റൊക്കെ വെച്ച് കളിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇതിൽ കൂളിംഗ് സിസ്റ്റം അടക്കമാണ് വരുന്നത്. സോ കുറച്ച് ബെറ്റർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ 17 സീരീസ് 4 ഫോണുകൾ അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഫോൺ മാത്രമല്ല കേട്ടോ, വാച്ച്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടെ, അതിൻ്റെ വീഡിയോയിൽ പറയാം. എന്തായാലും 17 സീരീസ് ആണ് മെയിനായിട്ട് അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഗംഭീര സംഭവം. ഇനി അടുത്തത് സാംസങ് ഫോണുകളുടെ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഫാൻസിൻ്റെ ഫേവറേറ്റ് ആയ ഫാൻ എഡിഷൻ ഫോണുകൾ, S25 FE ഫോണുകൾ എന്നല്ല, ഫോൺ S25 FE അടുത്ത മാസം ആദ്യ ഭാഗത്താണ് ലോഞ്ച് ചെയ്യുന്നത്. ആദ്യ വീക്കിൽ തന്നെ 4-ാം തീയതി മറ്റാണ് ലോഞ്ച് വരുന്നത്. വീഡിയോ ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും വരിക. കാരണം ഞാൻ ഇവൻറ്റിന് പോയില്ല, കാരണം ഓണമല്ലേ. ഉത്തരാടത്തിന് അവിടെ പോയിരിക്കുന്ന എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമായില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷേ ഫോൺ വരും, വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരും. തീർച്ചയായിട്ടും കാണുക. നല്ല ഫോണാണെന്നാണ് മനസ്സിലാവുന്നത്. ഡിസൈനിൽ കാര്യമായ മാറ്റമൊന്നുമില്ല, സെയിം ലുക്ക് തന്നെയായിരിക്കും. 50 MB മെയിൻ ക്യാമറ, 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD+ LTPO AMOLED ഡിസ്പ്ലേ, Exynos 2400, 4900 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പ്ലസ് സാംസങ്ങിൻ്റെ ഗാലക്സി AI, അങ്ങനെ ഒട്ടനവധി AI ഫീച്ചേഴ്സും കാര്യങ്ങളും, സാംസങ്ങിൻ്റെ നോക്സ് സെക്യൂർ ഫോൾഡർ, എല്ലാ സാധനങ്ങളും അടക്കമുള്ള ഒരു കംപ്ലീറ്റ് ഫ്ലാഗ്ഷിപ്പിൻ്റെ ഫാൻ എഡിഷൻ വേർഷനാണ് വരുന്നത്. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. ചാനൽ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചു. ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. ഇവന്റിന് പോയിരുന്നുവെങ്കിൽ അവിടെ വെച്ചിട്ട് ആ ഫോണിൻ്റെ ഒരു വീഡിയോ അന്ന് തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ പോയില്ല. നമ്മുടെ ഓണൊക്കെ അല്ലേ നമുക്ക് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടും, ഫോൺ ഇവിടെ എത്തിക്കഴിയുമ്പോൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല, എന്നാലും ഒന്ന് പറയുകയാണ്. നമ്മുടെ പിക്സൽ ഇവൻറ്റിന് വിളിക്കാത്തത് കൊണ്ടാണോ പിക്സൽ ഫോണിന് ഇത്ര കുറ്റം പറഞ്ഞത്? പിക്സൽ 10 സീരീസിന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞത് അത്ര നന്നായിട്ടില്ല, അതിൻ്റെ സ്പെക്കൊന്നും അത്ര നന്നായിട്ടില്ല. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, അത് നന്നായിട്ടില്ല, അതാണ് ഫാക്റ്റ്. പക്ഷേ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, കയ്യിൽ കിട്ടിയൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ, ചിലപ്പോൾ യൂസർ എക്സ്പീരിയൻസ് മറ്റൊന്നായിരിക്കാം. കിട്ടിയിട്ടുണ്ട്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശദമായ വീഡിയോ നാളെ ചെയ്യും, കണ്ടു നോക്കുക. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതിന് താഴെ വന്ന കമൻറ്റ്, ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റ് എങ്ങനെയാണ്, ഇവൻറ്റിനെ വിളിക്കാത്തത് കൊണ്ടാണോ കമൻറ്റിന് ഇങ്ങനെ ഇതിനെ കുറ്റം പറയുന്നത് എന്ന തരത്തിലുള്ള ഒരു ചോദ്യം. ഒരുപക്ഷെ അതിൻ്റെ ഫാനായിട്ടുള്ള ഒരാളായിരിക്കാം കമൻറ്റ് ചെയ്തത്. എല്ലാവരും ഒന്നുമല്ല കേട്ടോ, 1-2 പേര്. പക്ഷേ നമുക്കിതിരി ഫീൽ ചെയ്തു. കാരണം നമ്മളങ്ങനെ ഇവൻറ്റിനെ വിളിക്കാതിരിക്കുക, ഒരു റിവ്യൂ ഇട്ട് കിട്ടാതിരിക്കുക, ഉടനെ അങ്ങനെ റിവ്യൂ ഇട്ട് തരാത്തവർ അതിനെയൊക്കെ കുറ്റം പറയുന്ന പരിപാടി, ഇവൻറ്റിനെ വിളിക്കാത്തവർ കുറ്റം പറയുന്ന പരിപാടി, ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇന്നേ വരെ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല. പിന്നെ ഇൻവിറ്റേഷൻ കിട്ടാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, വിളിക്കാത്തതാണെന്ന് വിചാരിക്കേണ്ട. വിളിച്ചിട്ടുണ്ട്, മെയിൽ കാണിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. നമുക്ക് മെയിൽ വന്നിട്ട് നമ്മൾ പോകാണ്ടാണ്. കാരണം നമ്മൾ എൻ്റെ മോൾക്ക് സുഖമില്ലായിരുന്നുള്ളത് ഒരു കാര്യമാണ്. അതിന് മുമ്പ് കഴിഞ്ഞൊരു മാസമായിട്ട് നമുക്ക് ഡെങ്കു ബാധിച്ച് ഞാനിവിടെ എല്ലാവരും വയ്യാണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ റിക്കവറായി. പക്ഷേ എന്നാലും അത് കഴിഞ്ഞിട്ട് മോൾക്ക് വയ്യാത്ത അവസ്ഥകൾ വന്നു. പിന്നെ
ഒരു താല്പര്യവും തോന്നിയില്ല. കുറച്ച് ഫോൾഡ് തന്നെ പോയിട്ടില്ല. സാംസങ് ഈ വിവോയുടെ S200 ഇതിനൊന്നിനും ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ ഈ പിക്സലിനും പോയില്ല. പിന്നെ പിക്സലിന് പോയാൽ അവർ റിവ്യൂ ഇട്ട് കൈയോടെ തരുമൊന്നുമില്ല, വെറുതെ ആ ഇവൻ്റ് കാണാൻ വേണ്ടി മാത്രം പോലാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പോകാറുണ്ട്, ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തതാണ്. അങ്ങനെ തരാത്ത ബ്രാൻഡുകളെ കുറ്റം പറയുന്ന പരിപാടിയില്ല. നമുക്ക് ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. ആപ്പിൾ റിവ്യൂ ഇട്ട് തന്നില്ല, അല്ലെങ്കിൽ പിക്സൽ ഉടനെ അത് തല്ലിപ്പൊളി നമ്മൾ അതിനെ കുറ്റം പറയുക. അതേപോലെ ഈ ആപ്പിൾ മറ്റുള്ളവർക്ക് റിവ്യൂ ഇട്ട് കിട്ടുന്നത് കാണുമ്പോൾ ഞാൻ നല്ല സത്യസന്ധനാണ്, ബാക്കിയുള്ളവർക്കൊക്കെ റിവ്യൂ ഉണ്ട്, ആപ്പിൾ ഇപ്പോൾ കണ്ട അണ്ടനാടോടനൊക്കെ റിവ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പറച്ചിൽ, അല്ലെങ്കിൽ കിട്ടാത്ത ബ്രാൻഡിൻ്റെ ഫോൺ എടുത്തിട്ട് ഇത് എന്ത് ഫോണാണ് ഈ ബ്രാൻഡ് ഇറക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുന്നത്, മാതിരിയുള്ള പരിപാടികൾ. ഞാൻ അപ്പോഴും നല്ലവൻ ബാക്കിയുള്ള കള്ളന്മാരെന്ന് പറയുന്ന പരിപാടി അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നെഗറ്റീവിൻ്റെ പരിപാടിയില്ല. രണ്ടും പറയും, നിങ്ങൾ ചൂസ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു പരിപാടി. അത് ഇതുവരെ അങ്ങനെയാണ്, ഇനിയും അങ്ങനെ ചെയ്യും. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് S25 FEയുടെ കാര്യമാണ്. അപ്പോൾ അത് വരുന്നുണ്ട്. ഫാൻസൊക്കെ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ഗംഭീര ഒരു ഫീച്ചർ റിച്ച് ആയ ഫോണായിരിക്കും. അതുകൊണ്ട് ഭയങ്കര പെർഫോമൻസ് പവർ ഹൗസ് ഒന്നുമല്ല, ഫീച്ചർ റിച്ച് ആയ ഒരു ഫ്ലാഗ്ഷിപ്പ് സാംസങ് ഫോൺ ആ ഒരു പ്രൈസിൽ 60,000 റേഞ്ചിൽ കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്. വെയിറ്റ് ചെയ്താൽ ഓഫർ വരുമ്പോൾ അത് 40,000 രൂപയ്ക്കും കിട്ടാൻ സാധ്യതയുണ്ട്. സോ എപ്പോൾ വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഫോൺ വരുന്നുണ്ട്, ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നത്. ഇനി അടുത്തൊരു കാര്യം, വിവോയുടെ T4 Pro ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. എല്ലാ ഭാഗങ്ങളും ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം നന്നായിട്ടുള്ളൊരു ഫോൺ എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. 27 സംതിങ് ആണ് എൻ്റെ വില വരുന്നത്, 28 രൂപ ആ റേഞ്ചിലാണ് എൻ്റെ വില വരുന്നത്. ഓഫർ പ്രൈസ്. താല്പര്യം ഉണ്ടെങ്കിൽ ആ റേഞ്ചിൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടോളൂ, ഞാനിവിടെ കൊടുക്കാം. ഞാൻ അങ്ങനെ അപൂർവം ഫോണുകളെ പറയാറുള്ളൂ. ഇത് നന്നായിട്ടുണ്ടെന്ന് തോന്നി, എനിക്ക് തോന്നിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കണ്ടു നോക്കുക, നല്ല ഫോണാണ്. വിവോ T4 Pro ആണ് കേട്ടോ, വേറെ എന്തൊക്കെയോ മോഡലുകൾ ഇതിനുണ്ട്, അതൊന്നുമല്ല. ഇതാണ് വന്നിട്ട് എല്ലാം നന്നായിട്ടുണ്ട് എന്ന് പറയാൻ തരത്തിലുള്ള ഒരു ഫോൺ. ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇനി അടുത്തൊരു ഫോൺ നല്ലത് വരാൻ പോകുന്നത് സാംസങ്ങിൻ്റെ A സീരീസ് ഫോണുകൾ. അവരുടെ ടോപ്പ് സെല്ലിംഗ് സീരീസ് ആണെന്ന് നമുക്കറിയാം. അത് ഒരുപാട് പേര് കടയിൽ പോയി എടുക്കുന്നുണ്ട്. ഷോപ്പിൽ നിന്ന് എടുക്കാന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് എടുക്കുന്ന ഒരു സീരീസ് തന്നെയാണത്. പക്ഷേ അത്ര നല്ലൊരു സ്പെക്കൊന്നും അതിൽ കാണാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്തവണ A17 5G എന്ന് പറഞ്ഞൊരു ഫോൺ ലോഞ്ച് ആവുന്നുണ്ട്. 20,000 താഴെ കിട്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന എല്ലാ നല്ല നല്ല ഫീച്ചറുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാംസങ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാലും ആ നോച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അത് ഞാൻ വീഡിയോ പറയുന്നുണ്ട്, വീഡിയോ കണ്ടു നോക്കാൻ പറയാൻ കാരണം ഇത് ഒരുപാട് പേര് സാംസങ് ഫോണുകൾ വേണം, അത് ഷോപ്പിൽ പോയി നോക്കിയെടുക്കണം എന്നായിരുന്നു ഒരുപാട് പേര് ചോദിക്കുമ്പോൾ അവർ മിക്കവാർക്കും A സീരീസ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ടെക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ചെറുപ്പക്കാരായ പിള്ളേർ ഇതെന്ത് ഫോണാണ്, 20,000 ഇത് വാല്യൂ ഫോർ മണി അല്ല എന്ന് പറയുമെങ്കിലും ഇത് അവരുടെ ടോപ്പ് സെല്ലിംഗ് സീരീസാണ് A സീരീസ് എന്ന് പറയുന്നത്. അത് ആ കൗണ്ടർ പോയിൻ്റ് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും നല്ല ഐഫോണിൻ്റെയൊക്കെ ടോപ്പ് സെല്ലിംഗ് സീരീസ് ഐഫോൺ വരുമ്പോൾ അതിൽ ഈ A സീരീസ് ഫോണുകളും കാണാം. അപ്പോൾ അത് വാസ്തവമാണ്. നമ്മൾ അതിൻ്റെ നിരക്ക് മോന്തിരിച്ച് നിന്നുകൊണ്ട് ഇതൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല നല്ല ഫീച്ചേഴ്സുള്ള നല്ല ഫോണാണ്, കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾ വാങ്ങിക്കാനല്ല, ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാമല്ലോ. അത്യാവശ്യം ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന, സാംസങ് തന്നെ വേണമെന്നുള്ളവർക്ക് പരിഗണിക്കാവുന്ന ഒരു ഐറ്റം. എന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് ഈ ഒരു സംഭവം, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. A17 5G. ഇനി അടുത്ത് Realme 15T. ഈ ഒരു ഫോണിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടെക് അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു T ഫോൺ വരുന്നുണ്ട് റിയൽമിയുടെ. ഇത് വന്നിട്ട് ഇത് സൈസ് കുറവായിരിക്കും, 6.5 ഇഞ്ച് ആയിരിക്കും. അത് തന്നെയാണ് വരുന്നത്. ഇത് അടുത്ത മാസം പകുതിയോടുകൂടി ലോഞ്ച് ഉണ്ടാവും. 6.57 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 50 MP മെയിൻ ക്യാമറ, 16 MP സെൽഫി ക്യാമറ, 7000 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ്, Dimensity 6400 മാക്സ് എന്ന് പറയുന്ന പ്രോസസർ. ഇത്രയുമാണ് ഇതിന്റെ സ്പെക്ക്. ഇതിൽ 6.57 എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സൈസ് കുറവെന്ന് പറയാനില്ല. ശരിക്കും 6.3 ഒക്കെ വന്നിരുന്നെങ്കിലാണ് ശരിക്കും ഒരു കോമ്പാക്റ്റ് എന്ന് പറയാനുള്ളൂ. എന്നാലും അവർ ഇറക്കിയ ഫോണിൽ വെച്ച് നോക്കും ഇതൊരു ഇത്തിരി സൈസ് കുറഞ്ഞ ഫോണാണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. വരുന്നുണ്ട്, നോക്കാം നമുക്ക്. ഇനി അടുത്തൊരു ഫോണാണ് ക്യാമറ ഫോണുകൾ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് വിവോയുടെ V സീരീസ് ഇഷ്ടമാണ്. അതിൽ 60E എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ആവുന്നുണ്ട്. 6500 mAh ബാറ്ററി, 90 വാട്ട് ചാർജിങ്, 6.78 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്പെക്ക്. അത് വന്നാൽ തന്നെ പറയാനുള്ളൂ, നല്ല ക്വാഡ് കർവ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് നല്ല ക്യാമറയായിട്ടൊരു ഫോൺ വരാൻ സാധ്യതയുണ്ട്. സോ ഒരു 30 രൂപ താഴെ 25 രൂപ റേഞ്ചിലൊക്കെയാണ് ബഡ്ജറ്റ് എങ്കിൽ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. T4 Pro ആ ഒരു പ്രൈസിലാണ്. അത് വന്നിട്ട് നല്ല ഫോണാണ് ഓൾറെഡി. എന്നാലും ഇത് കുറച്ചും കൂടി ക്യാമറ ഫോക്കസ്ഡ് ആയിരിക്കും എന്ന് കരുതിയിട്ട് വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഡീറ്റെയിൽ വീഡിയോ വരും. ഇനി അടുത്ത് Redmi Note 15 സീരീസ് ചാനൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഓൾറൗണ്ടർ ഫോൺ. ആ രീതിയിൽ പണ്ടത്തെ പോലെ ഒരു വാല്യൂ ഫോർ മണി ഒന്നും റെഡ്മിക്ക് ഇപ്പോൾ ഇല്ല, അത് നമുക്കറിയാം. എന്നാലും ഇത് ഡീസൻ്റ് ആയിട്ടുള്ള ഫോൺ എന്ന രീതിയിൽ തോന്നി. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഒരു നല്ല ഫോൺ എന്ന് പറയാം. 7000 mAh ബാറ്ററി, 90 വാട്ട് ചാർജിങ്, 50 MP മെയിൻ ക്യാമറ സെറ്റപ്പ്, 6.83 ഇഞ്ച് വരുന്ന 1.5K ക്വാഡ് കർവ് ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 7S Gen 4 എന്ന പ്രോസസർ. ഇത്രയുമാണ്. ഇത് കേൾക്കുമ്പോൾ അത്ര വലിയ ഇംപ്രഷൻ തോന്നില്ല. വരട്ടെ, നോക്കാം. റെഡ്മി തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓൾറൗണ്ടർ എന്ന രീതിയിൽ എടുക്കാവുന്ന ഒരു നല്ല ഫോണാവാം. ഇനി അടുത്തത് ഓപ്പോയുടെ ഒരു താഴെയിട്ടാലും പൊട്ടാത്ത, വണ്ടി കയറിയാലും പൊട്ടാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സീരീസിൽ അടുത്തത് ഓപ്പോ F31 ലോഞ്ച് ആവുന്നുണ്ട്. ഡ്യൂറബിലിറ്റിയാണ്, 360 ഡിഗ്രി ആർമർ പ്രൊട്ടക്ഷനൊക്കെ തന്നെയാണ് ഇതിൻ്റെയും ഹൈപ്പ്. 6.7 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേയും 7000 mAh ബാറ്ററിയും IP6869 തുടങ്ങിയ റേറ്റിംഗ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫോണുകൾ വരുന്നത്. സോ ഡ്യൂറബിളായ, ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ താഴെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ഇതായിരിക്കും നല്ലത്. ഒരു കുഴപ്പം വരില്ല. അത്യാവശ്യം താഴെ വീണാലും നിൽക്കും, കംപ്ലൈൻറ്റ് വരാണ്ടെന്നുള്ളത് പ്രതീക്ഷയാണ്. ഇനി അത്രയും ഭാഗ്യമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ അതും കേടാവാം. എന്തായാലും കേസ് ഉപയോഗിച്ചോളൂ കേട്ടോ, ഒരു സേഫ്റ്റിക്ക്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമ്മളിപ്പോൾ എല്ലാ ഫോണുകളും പറഞ്ഞ് പ്രധാനപ്പെട്ടത്. ഇത് കൂടാതെ ഇനി 8 Elite 2 എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗൺ പ്രോസസർ ലോഞ്ച് ആവുന്നുണ്ട് നമുക്കറിയാം.
അത് ലോഞ്ചായി കഴിയുന്നതോട് കൂടി ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വരുന്നുണ്ട് 8 Lite 2 വെച്ചുകൊണ്ട്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് 8 Lite പോലെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വെച്ചുകൊണ്ടുള്ളതാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ പോയി ഇനിയിപ്പോൾ IQൻ്റെ ഒക്കെ ഒന്നും ഇപ്പോൾ ഉള്ള വെർഷനുകൾ എടുക്കണ്ട. കാരണം 8 Lite ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത 1-2 മാസത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ പുതിയ ഫോണുകൾ OnePlus 15 വരാം, അതേപോലെ iQ15 വരാം, Realme GT 8 വരാം, ഇങ്ങനെയുള്ള ഫോണുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഈ ഒരു ടൈമിൽ ഇനി നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ എടുക്കാതിരിക്കുക. ഏറ്റവും പുതിയ പവർഫുള്ളായ പ്രോസസ്സർ വെച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് 2 മാസം വെയിറ്റ് ചെയ്യാം. താല്പര്യമുള്ളവരാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. സോ അപ്പോൾ ഇത്രയും ഫോണുകളാണ് അടുത്ത മാസം വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനപ്പുറത്തേക്ക് വരുന്ന കുറച്ച് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ കാര്യം പറഞ്ഞു. എല്ലാ മാസവും അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും. അതായത് അടുത്ത മാസം വരുന്ന ഫോണുകളുടെ വീഡിയോ ഉണ്ടായിരിക്കും. കാണുന്നുള്ളവരും സബ്സ്ക്രൈബും ബെല്ലൈക്കനൊക്കെ ചെയ്ത് വെയിറ്റ് ചെയ്യാം. നമ്മൾ കൃത്യമായിട്ട് വീഡിയോകൾ 24, 5, 6 ഇതിലേതെങ്കിലും ഒരു ഡേറ്റിൽ പബ്ലിഷ് ചെയ്യും. സോ അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നൊരു ചെറിയ അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.